ഹായ് ഗായ്സ്, അങ്ങനെ വെൽക്കം ടു എ ന്യൂ ചാനൽ. ഒരു സാധാ പ്രേക്ഷകൻ. ഞാനും ഒരു സാധാ പ്രേക്ഷകനാണ്. വർഷങ്ങളായിട്ട് മലയാളം മൂവീസ് കണ്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരാൾ. ഒരു 8 മാസം മുമ്പ് നമ്മൾ വിചാരിച്ചു, നമുക്ക് കുറേ മൂവിയൊക്കെ കാണുന്നതല്ലേ, നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ, അപ്പം അതും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ചാനൽ നമുക്കുണ്ടായിരുന്നാൽ നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നിരുന്ന് ഇത്ര സമയമായി. ഞാൻ തുടരും എന്നുള്ള സിനിമ വന്നപ്പോൾ ഞാനത് തുടങ്ങാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ഒരു സാധനം അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഈ മൂവിയിൽ എന്തായാലും ഒരു പിടിപിടിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ട് എ മൂവി DS Ray. Yeah, DS Ray is something awesome. Pranav Mohanlal has done a fabulous job. മെനഞ്ഞാന്ന് ടിക്കറ്റ് മിസ്സായി കേട്ടോ. മിസ്സായത് വേറെ ഒന്നും കൊണ്ടല്ല, ടൈം കഴിഞ്ഞു പോയി, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ എന്നാൽ പിന്നെ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീച്ചിട്ട് ബുക്ക് ചെയ്യണോ വേണ്ടേ എന്നൊന്ന് നോക്കിയപ്പോൾ 7:20 മാത്രമേ ഉള്ളൂ അവിടെ. ഇതേ സെയിം പ്രതിഭാസമായിരുന്നു എനിക്ക് തുടരും എന്നെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആ പടം കണ്ടിറങ്ങിയപ്പോൾ എന്ത് പടമായിരുന്നു മോനെ. നോക്കിയപ്പോൾ ഓഡിയൻസ് 6-7 പേരുള്ളൂ. ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും നല്ല അടിപൊളി പടത്തിനകത്ത് എന്തായാലും എല്ലാവരും കൂടെ തകർക്കും ഇനി അങ്ങോട്ട്. 2 ദിവസത്തിന് ശേഷം പിന്നെ ടിക്കറ്റേ കിട്ടാനില്ല, ഫുൾ ഹൗസ്ഫുൾ. അടിപൊളിയായിരുന്നു. അതേപോലെ വരാനാണ് ഈ ഒരു പടവും ചാൻസ്. ഇപ്പം ടിക്കറ്റ് അതേ 8 പേരേ ഉള്ളൂ തിയേറ്ററിൽ. പക്ഷേ ഫിലിം വാസ് ഗുഡ്. നമ്മൾ മലയാളികൾ ഇഷ്ടം പോലെ ഹൊറർ ഫിലിംസ്, ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ ഒരു ക്ലീഷേ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദി, ബാക്കിയുള്ള സെറ്റപ്പ്, അങ്ങനെയാണ് സാധനമാണ് മലയാളത്തിൽ ഇതുവരെ ഹൊറർ മൂവി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റായിട്ട് ഒരു ഇംഗ്ലീഷ് മൂവി ഫീല് കിട്ടുന്ന രീതിയിൽ, ദാറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് അതിൻ്റെ സെറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിങ്, അതിൻ്റെ കളർ ടോൺ, അതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് റിസംബിൾസ് ടു ഇറ്റ്. അപ്പോൾ അതിനെ പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത് കാണാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് എസ്തറ്റിക് ഫീലായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ആൻഡ് ദ മ്യൂസിക്, ഗ്രേറ്റ് നൈസ് മ്യൂസിക്. എനിക്ക് അവിടെ സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ ലൈക്ക് ഐ വാസ് ഫീലിംഗ് ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു തിയേറ്ററിക് എക്സ്പീരിയൻസ് മൂവിയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ ചെന്നിരുന്ന് കാണണം കേട്ടോ. അടിപൊളിയാണ്. കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ തിങ്, ഇറ്റ് ഈസ് നോട്ട് ഇതിനകത്ത് പറഞ്ഞ് തീർത്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് നൈസ്. ഒരു പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഒരു ഗോസ്റ്റ് സെറ്റപ്പ് അങ്ങനത്തെ അല്ലാതെ വേറൊരു സാധനം, ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് നമ്മളെ രാഹുൽ സദാശിവൻ, ലൈക്ക് നമ്മളെ ബ്രഹ്മയുഗമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ സംതിങ് ഡിഫറെൻറ്റ് ഇറ്റ് വിൽ കം. അങ്ങനെ സിനിമയും അത്ര വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ ഒരു നോർമൽ വേയിൽ ലിഫ്റ്റ് ഓഫ് ചെയ്തു. ആൻഡ് ഐ നോ ദാറ്റ് ദിസ് വിൽ ഗോ എ ലോങ് വേ. അപ്പം ചെന്ന് കാണാം, പേടിക്കുക. നമ്മൾ പറഞ്ഞ പോലെ മറ്റേ സെറ്റപ്പ് ഓടിച്ചാടി വരുന്നു, മറ്റേത് അത് അങ്ങനെയൊന്നും എക്സ്പെക്ട്. ഞാൻ വളരെ സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്നൊരു സാധനമാണ്. ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ഐ തിങ്ക് ലൈക്ക് ദാറ്റ് എനിക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പക്ഷേ ഓവറോൾ എനിക്ക് ഈ മൂവി വളരെ ഇഷ്ടപ്പെട്ടു. ചില കാര്യങ്ങളൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആൻഡ് ഓൾ ഇസ് സോ ഓസം. ലൈക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ തന്നെ വരുമ്പോൾ പുള്ളിക്കാരൻ കാണിക്കുമ്പോൾ ലൈക്ക് വിത്ത് എ ഡാർക്ക് ഷെയ്ഡ് ആൻഡ് ദെൻ റെഡ് ഒരു ഗ്ലോ അതിൻ്റെ ഓവറോൾ ബോഡിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കളർ ഗ്രേഡിങ് ആൻഡ് ഓൾ ഇസ് സോ നൈസ്. അതുകൊണ്ട് നമ്മളിതൊരു OTT പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഡൗൺലോഡൊക്കെ ചെയ്ത് വരുമ്പോൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ ചെന്ന് കാണാൻ നോക്കുക വിത്ത് യുവർ ഫ്രണ്ട്സ്, നോട്ട് അലോൺ. അപ്പം പേടിക്കും. ഓക്കെ, അപ്പം ചെന്ന് കാണുക, എൻജോയ് ചെയ്തിട്ട് വരിക. ഒരു പുതിയ ഒരു ഫീൽ ഗുഡ് മലയാളം മൂവി, ഇങ്ങനെ ഒരു സാധനം മലയാളത്തിലെടുത്ത് വെച്ചിരിക്കുന്നെന്നുള്ള ഒരു ലൈറ്റർ നോട്ടിനകത്ത് വരാൻ നമുക്കിറങ്ങി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാനൊരു എക്സ്പീരിയൻസ് വെറുതെ പറയുന്നത് മാത്രം. ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം ഞാൻ സിനിമയെ കണ്ടതിന് ശേഷം വൈഫിൻ്റെ കൂടെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കാറിൽ കയറി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് കീ എടുത്ത് തുറന്നു ഡോറ്. ഞാൻ പേഴ്സ് എടുക്കാൻ വേണ്ടി കയറുമ്പം നമുക്ക് ഐ കുഡ് ഫീൽ ലൈക്ക്
നമ്മൾ ആ ഒരു സിനിമയുടെ ഒരു വൈബ് വളരെ എവിഡൻ്റ് ആയിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമുക്ക് ആ സൗണ്ടിൻ്റെ അതൊരു ഇമ്പാക്റ്റാണ്. സോ ദാറ്റ്സ് വൈ ദാറ്റ് മൂവി ടെൽസ് യു ലൈക്ക് ഗിവ്സ് എ അൾട്രാ ഡിഫറെൻറ്റ് പിക്ചർ വിത്ത് ഇൻ ടേംസ് ഓഫ് മ്യൂസിക് ആസ് വെൽ ആൻഡ് പിക്ചറൈസേഷൻ. അടിപൊളിയാണ്. അപ്പോൾ ഇനി ചെന്ന് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണ് മോനെ. എനിക്കിതിനെക്കുറിച്ച് ഇന്ന ആൾ ഇന്നതിനെ കുറിച്ചൊന്നും എനിക്കല്ല അറിയത്തില്ല. നമ്മൾ ഒരു സാധാ പ്രേക്ഷകനായിട്ട് ഇരുന്നിട്ട് ഒരു ഫിലിം എൻജോയ് ചെയ്തപ്പോൾ ദിസ് മൂവി വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ആൻഡ് ഐ എം എക്സ്പെക്റ്റിംഗ് നമ്മളാ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വരും. പല പുതിയ സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പം നല്ല ഹെൽത്തി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരാം. I'm just gonna enjoy doing reviews on different movies because അത്രമാത്രം പടങ്ങൾ നമ്മളിവിടെ കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ UAE അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനും വൈഫും ക്രേസി മലയാളം ഫിലിം കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ. അതുകൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണോ നമ്മൾ ഈ ചാനലിടും. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നല്ലതാണെങ്കിൽ വിമർശിക്കുക, കുഴപ്പമില്ല. ഇൻ എ ഹെൽത്തി വേ. ദാറ്റ് ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും ഒരു വ്യൂ പോയിൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ചാനലിൽ വന്നുകൊണ്ട് പ്ലീസ് ഡു ഇൻ ടച്ച് വിത്ത് മീ, ഫോളോ മീ ഇൻ ഇൻസ്റ്റാ. അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അറ്റ് ദി എൻഡ് ഐ വിൽ ജസ്റ്റ് പ്ലേ മൈ വീഡിയോ. ആൻഡ് ബിഫോർ ഗോയിങ് ഔട്ട് എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓക്വേർഡായിട്ട് തോന്നിയത്, അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി മരിക്കും. അതാര് എങ്ങനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരത്തിനെ വെറുതെ ഒരു നോക്കിയിട്ടൊരു സ്ക്രീൻ ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര അൺവാണ്ടഡ് ആയിട്ട് തോന്നി. ബിക്കോസ് പ്രണവ് മോഹൻലാൽ ആ പെണ്ണിനെ കണ്ടിട്ടില്ല എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സീന് വെറുതെ ഇൻകോപ്പറേറ്റ് ചെയ്ത പോലെ തോന്നി, വെറുതെ എടുത്ത് വെച്ച പോലെ തോന്നി എനിക്ക്. പിന്നെ ലാസ്റ്റിൽ പുള്ളിക്കാരൻ അടിച്ചിങ്ങനെ വീണ് കിടക്കുമ്പോൾ പുള്ളിക്കാരത്തി പോയിട്ടൊരു കുഴി കുത്തുന്നുണ്ട് കുറേ നേരമായിട്ട്. അപ്പോൾ പുള്ളിക്കാരനെ കൊല്ലാതെ കുഴി കുത്തി കൊണ്ടിരിക്കണേ. എപ്പോഴാണോ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം വരാം. മേ ബി ഹീസ് ലിറ്റിൽ മോർ പവർഫുൾ, സ്ട്രെങ്ത് ഉണ്ട്. അപ്പം ആ പുള്ളിക്കാരത്തേക്ക് തന്നെയാണ് ഡാമേജ്. അപ്പം ഒന്നീ കൊല്ലണം, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കുഴിച്ചിടാൻ നോക്കണം. അതെനിക്കൊരു തോന്നി. ബാക്കി ഇതൊക്കെ ഇങ്ങനെ പറയുന്നെന്ന് മാത്രം, എനിക്ക് അപ്പം തോന്നിയ എൻ്റെ ഒരു ഇത് മാത്രം. പിന്നെ എനിക്ക് ലാസ്റ്റ് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന സീനുണ്ടല്ലോ, ഒരു ഞെട്ടിപ്പിക്കുന്ന സാധനം. ഞെട്ടിപ്പിക്കുന്നതല്ല, കഥ തീർന്നിട്ടില്ല. മേ ബി ലൈക്ക് എൻ്റെ സെക്കൻഡ് ഹാഫ് വരാം, ഇല്ലെങ്കിൽ മേ ബി ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു ലിബർട്ടിയാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അത് ചെയ്തത്, നമ്മൾ ഈ ക്രെഡിറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സീന് വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ നിർത്തുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്നുമില്ലാതെ പെട്ടെന്നങ്ങ് ലൈറ്റ് വന്നു പോയി. അയ്യോ തീർന്നല്ലോ എന്നൊരു ഫീലായിരുന്നു. അപ്പം മേ ബി ആ ലാസ്റ്റ് കാണിച്ച സാധനം ക്രെഡിറ്റ് കഴിഞ്ഞിട്ടാണ് കാണിച്ചിരുന്നെങ്കിൽ ഒരു വേറൊരു ഫീല് കിട്ടിയതെന്ന് തോന്നി എനിക്ക്. ബട്ട് ഇറ്റ് ഡസൻ മീൻ എനിത്തിങ് ഇറസ്പെക്റ്റീവ് ഓഫ് ഈ പടം എങ്ങനെ എടുത്തു വച്ചിരിക്കുന്നു എന്നുള്ളത്. അടിപൊളി പ്ലോട്ട്, നൈസ് പീപ്പിൾ, ആക്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഇൻ എ ഡിഫറെൻറ്റ് ഗുഡ് വേ. ഐ ഫീൽ വെരി ഗുഡ്, വെരി പോസിറ്റീവ് അബൌട്ട് മലയാളം ഫിലിം. അപ്പം അടുത്ത ഒരു അടിപൊളി ഹൊറർ മൂവി ഇതിനെയും കാട്ടി ഗംഭീരമായിട്ട് ആൾക്കാർ ചെയ്ത് നമ്മൾ അതിനെയും വാവ് സൂപ്പർ എന്ന് പറയാൻ വേണ്ടി പറ്റട്ടെ. അപ്പം നെക്സ്റ്റ് മലയാളം റിവ്യൂ നമുക്ക് കാണാം. ദിസ് ഇസ് അരുൺ ഹിയർ. See you on next movie then. Follow my Insta page. Okay, bye. Take care.